നമസ്കാരം. തൃശൂരിൽ നിന്നും താൻ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടതാണ് എന്ന കെ മുരളീധരന്റെ വിവാദ പ്രസ്താവന പുറത്തു വന്നതോടെ ഏറെ ചർച്ചകൾ നിറയുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണെന്ന് കെ മുരളീധരൻ കോഴിക്കോട് വെച്ച് പറഞ്ഞതും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായി. ഇതോടെ പാർട്ടിക്കുള്ളിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ. തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നു. നട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അടക്കമുള്ളവരായിരുന്നു അതിന് മുൻപന്തിയിൽ നിന്നത്. കോൺഗ്രസ് വിദ്വാൻമാർ തൃശൂരിലെ വോട്ടുകൾ BJPയിലേക്ക് പോയത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണ്. DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിനെ മുന്നിലിരുത്തിക്കൊണ്ടായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം. കോഴിക്കോട് DCC ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ വെച്ചായിരുന്നു പാർട്ടിക്കെതിരെ മുരളീധരൻ ഇത്തരത്തിലൊരു വിമർശനം തൊടുത്തുവിട്ടത്. കേരളത്തിൽ BJPയും CPMും തമ്മിൽ ധാരണ നടക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇരുവരും ധാരണയായതായാണ് വിവരം. പക്ഷേ പാലക്കാട് കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിട്ടുന്നതെല്ലാം പോരട്ടെ എന്ന് മുഖ്യമന്ത്രി അങ്ങ് കരുതി. പക്ഷേ കേന്ദ്ര സർക്കാർ യാതൊരുവിധ സഹായവും ഇതുവരേക്കും ചെയ്തിട്ടില്ല. വയനാടിന് സഹായം വൈകുന്നതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയുമാണ്. നേരത്തെ ഒരു പൊതുയോഗത്തിനോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഇവർ മതിയാകുമായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന സ്ഥിതിയായി. തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതി ഇന്ന് കോൺഗ്രസിലില്ല. ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാൽ തന്നെ കൂടുതൽ പറയാനില്ല എന്നും മുരളീധരൻ പറഞ്ഞു.